നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടതുപക്ഷം എപ്പോഴും യു പിയെ നോക്കിയായിരുന്നു വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. യു പിയിൽ എന്തെങ്കിലും നടന്നാൽ കേരളത്തിലെ സൈബർ സഖാക്കന്മാരും ബുദ്ധിജീവികളെന്ന് സ്വയം നടിക്കുന്നവരും മറ്റുള്ളവരുമൊക്കെ അപ്പോഴിറങ്ങി പ്രശ്നമുണ്ടാക്കും. എന്നാൽ യു പിയെ കുറിച്ചുള്ള ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ തൊഴിലാളി വർഗ നേതാക്കന്മാർ നയിക്കുന്ന സർക്കാരാണോ, യു പിയിലെ സർക്കാരാണോ സാധാരണക്കാരന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. 17 ലക്ഷത്തിലധികം വഴിയോര കച്ചവടക്കാർക്കാണ് യു പിയിലെ സർക്കാർ വായ്പ അനുവദിച്ചത്. 31 ലക്ഷത്തോളം പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കി ജനമനസ്സറിഞ്ഞ് മുന്നേറുകയാണ് യോഗി സർക്കാർ. നഗരവികസനത്തിലും ആരോഗ്യ പരിപാലനത്തിലും ഉത്തർപ്രദേശിന്റെ പുരോഗതി അടിവരയിട്ട് പറയുന്നതാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഭരണം. സംസ്ഥാനത്തെ 17 ലക്ഷത്തിലധികം വഴിയോര കച്ചവടക്കാർക്ക് 2317 കോടി രൂപയുടെ വായ്പ അനുവദിച്ചുവെന്നും സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി സംസ്ഥാനത്ത് 58,856 പഞ്ചായത്തുകളിൽ പൊതുശൗചാലയങ്ങൾ നിർമ്മിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അയോധ്യ, മധുര, വൃന്ദാവനം എന്നിവിടങ്ങളിൽ പുതിയ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ രൂപീകരിച്ചു. 2017 അപേക്ഷിച്ച് 2023 AES രോഗികളുടെ എണ്ണം 76%, JE രോഗികളുടെ എണ്ണം 85% കുറഞ്ഞു. ഇന്ന് സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് എന്ന പ്രതിജ്ഞ സംസ്ഥാന സർക്കാർ നിറവേറ്റുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പല ജില്ലകളിലും ഉടൻ തന്നെ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തനവും ആരംഭിക്കും. കേന്ദ്ര സർക്കാർ പദ്ധതികളായ ആയുഷ്മാൻ ഭാരത് യോജനയും ജൻ ആരോഗ്യ അഭിയാനും 1.8 കോടി ജനങ്ങൾക്ക് ഗുണം ചെയ്തു. സംസ്ഥാനത്ത് 4.86 കോടിയുടെ ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തു. 31 ലക്ഷത്തോളം പാവപ്പെട്ടവർക്ക് 4677 കോടി രൂപയുടെ സൗജന്യ ചികിത്സ ലഭിച്ചു. എല്ലാ ജില്ലകളിലും സൗജന്യ ഡയാലിസിസ് സൗകര്യം ഏർപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഏതായാലും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണക്കാരന്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് മുമ്പോട്ട് പോകുന്നതെന്നാണ്. യു പി സർക്കാരിനെ നോക്കി എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു കേരളത്തിലെ ഇടതുപക്ഷക്കാർ. നമുക്കതറിയാവുന്ന കാര്യമാണ്. യു പിയിൽ വലിയ രീതിയിലുള്ള ഗുണ്ട ആക്രമണങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് ഭൂവിസ്തൃതിയിൽ വലിയ സംസ്ഥാനം. അവിടെ ക്രൈം റേറ്റ് കൂടുതലായിരുന്നു. എല്ലാ കാര്യത്തെയും നിയന്ത്രിച്ചുകൊണ്ട് അവിടുത്തെ സർക്കാർ വളരെ അജയ്യതയോടെ മുമ്പോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പിണറായി വിജയന്റെ സർക്കാർ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് തെണ്ടാനിറങ്ങുന്ന ഈ നേരത്താണ് ഏറ്റവും വലിയ സംസ്ഥാനമായ യു പിയിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി യോഗി മുമ്പോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.